നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇതിനു മുന്നേ ഞാൻ ശരിക്കും പറഞ്ഞാൽ തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ CAGയുടെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അത് മറ്റ് ഓൺലൈൻ ചാനലുകളും സാറ്റലൈറ്റ് ചാനലും ചെയ്തപ്പോൾ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തു. ഒന്ന് ചെയ്തപ്പോഴാണ് അതിൻ്റെ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും കിട്ടുന്നു. 2 ചെയ്തു, 3 ചെയ്തു. ഇപ്പോൾ 4ാമതും ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇന്നിപ്പോൾ ചെയ്യുന്ന വീഡിയോ, ഞാൻ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അത് വൈറലാവുന്നു എന്ന് മാത്രമല്ല, ധാരാളം വീട്ടമ്മമാർ, ധാരാളം സ്ത്രീകൾ എനിക്ക് വോയിസിലൂടെയും അല്ലാതെയൊക്കെ എന്നെ വിവരങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. അതിലൊരു വോയിസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിരവധി വോയിസുകൾ വന്നിട്ടുണ്ട്. എന്നാലും അവരുടെ വോയിസുകളിലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ അനുവാദം വേണം. കാര്യം ഒരു ജേർണലിസത്തെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റുന്നതല്ല. പക്ഷേ ഇത് അവരുടെയും കൂടി അനുവാദത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തന്നു, കൊടുക്കുന്നതാലും കുഴപ്പമില്ല, നാട്ടിൽ കാര്യങ്ങൾ അറിയട്ടെ, ഭരണാധികാരികൾ എന്നുള്ള നിലയിൽ പേടിയില്ലാതെ തന്നിട്ടുള്ളൊരു വീഡിയോ, തൃശ്ശൂർ നിന്ന് വന്നിട്ടുള്ള ഒരു വീട്ടമ്മയുടെ വീഡിയോ, ആഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. സാർ, ഞാൻ സാറിൻ്റെ വീഡിയോസ് ഇങ്ങനെ നിരന്തരം ഒരു 1-2 തവണയൊക്കെ കണ്ടു. 1-2 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് എൻ്റെ ഒരു കാര്യം, എനിക്കറിവുള്ളതുമായിട്ടുള്ള ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇടുന്നത്. ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് സാറിനോട് സംസാരിക്കുന്നത്. എൻ്റെ ഒരാവശ്യമായിട്ട് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലാണ് കണ്ടത്. ഞങ്ങളുടെ മെമ്പർ ഒരു ഗ്രൂപ്പിൽ ഇന്ന കാര്യങ്ങൾക്ക് പ്രോജക്റ്റുകളുണ്ട്, അത് താല്പര്യമുള്ള കുടുംബാംഗങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റർ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തൊക്കെയാണ് പരാമർശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിൻകൂട്, കിണർ റീചാർജിങ്, അത് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നാണ് അതിൽ ആ ഒരു ഫോർമാറ്റിൽ ഞാൻ കണ്ടത്. അതനുസരിച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ തൊഴിലുറപ്പ് അധികാരിക്കാണ് അതിൻ്റെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മാഡം പറഞ്ഞ് നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ കാർഡ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർഡ് എടുക്കേണ്ടത്, ഞാൻ എന്തിനാണ് കാർഡ് എടുക്കുന്നത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് പ്രോജക്റ്റ് കിട്ടണമെങ്കിൽ ഇതിന് അധികാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഈ തൊഴിലുറപ്പ് കാർഡ് എടുക്കുന്നതിലേക്കായിട്ട് ബാങ്ക് പാസ്ബുക്ക് വേണം, 3 ഫോട്ടോ വേണം, പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, നികുതി അടച്ചതിൻ്റെ കോപ്പി, അതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനപ്പോൾ അന്ന് ഈ ഫോം ഫില്ല് ചെയ്തത് മാത്രം കൊടുത്ത് മറ്റുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ അപ്പം ഞാൻ ആ അധികാരിയോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ തൊഴിലുറപ്പ് കാർഡ് എടുക്കണത്? അപ്പോൾ ഞാൻ ഇനി ഒരു തൊഴിലുറപ്പിന് ഇറങ്ങാനുള്ള ഉദ്ദേശിക്കണില്ല, അപ്പോൾ എന്തിനാണ് ഇവർ ഇതെടുക്കാൻ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തത വന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ട്രോൾ എന്നുള്ള ഒരു വേർഡാണ് അവർ ഉപയോഗിച്ചത്. മസ്ട്രോൾ അടിക്കണമെങ്കിൽ നിങ്ങൾ തൊഴിലുറപ്പ് കാർഡ് എടുക്കണം എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞത്. ഞാനിപ്പോൾ അത് ഫോം കൊടുത്തിട്ടൊരു 3 ആഴ്ചയ്ക്കും മീതിയൊക്കെ ആയി. ഞാൻ ഈ രേഖകളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. പിന്നെ കൂടാതെ എന്നോട് പറഞ്ഞു, കൃഷി ഓഫീസർ ഒരു സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു സാക്ഷ്യപത്രം കൂടിയിട്ട് അവരെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഒരു വ്യക്തത എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ വീഡിയോ അതിൻ്റെ യാദൃശ്ചികമായിട്ട് കാണാനിടയായി. അപ്പം ഞാൻ സാറിൻ്റെ നമ്പറിലോട്ട് വിളിച്ച് ഞാനൊരു വോയിസ് ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവരോട് ഞാൻ പറയുന്നുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളാണോ എൻ്റെ പറമ്പിലോട്ട്, ഞാൻ ആട്ടിൻകൂടിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിന് അവരാണോ പണിയാൻ വരിക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, അവർ പണിയാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ ആളെ വിളിച്ചിട്ട് പണി ചെയ്തോളാൻ പറഞ്ഞ്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ 3 ഘട്ടങ്ങളായിട്ടോ, 3 കൊല്ലത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ 3 കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ടാവും വേണമെങ്കിൽ എനിക്ക് പൈസ തരിക എന്നുള്ളത്. ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഒരു അന്വേഷണം അന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടൊക്കെയാണ് തരിക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊന്ന് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഇടുന്നത്. ഇപ്പോൾ ഈ ആഡിയോയിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്നുകിൽ ഈ പറയുന്ന പോലെ മസ്ട്രോളിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ജോബ് കാർഡ് എടുത്താലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും അജ്ഞതയിലാണ് നിൽക്കുന്നത്. ഒരു വീട്ടമ്മ ചെന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പരസ്യം വരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു, അതനുസരിച്ച് ആട്ടുംകൂട് വാങ്ങാനോ ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ കോഴിക്കൂടെന്നോ, അല്ലെങ്കിൽ കിണർ റീചാർജ് എന്നോ എന്തെങ്കിലും പറഞ്ഞ് അവർ തൊഴിലുറപ്പിൻ്റെ ഉദ്യോഗസ്ഥയെ കാണുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ കാണുന്നു. ഉടനെ തന്നെ അവർ പറയുന്നു നിങ്ങൾ ജോബ് കാർഡ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു എനിക്ക് ജോലി ആവശ്യമില്ല, ഞാൻ തൊഴിലുറപ്പുകാരിയല്ല, എനിക്ക് ഇത് വേണം. അപ്പോൾ പറയുന്നു നിങ്ങൾക്ക് തൊഴിലെടുക്കാം എന്നുമെങ്കിൽ ജോബ് കാർഡ് എടുക്കണം. അപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് അതിനകത്ത്. മസ്ട്രോളും ജോബ് കാർഡിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഒന്നിച്ചിരുന്ന് ആലോചിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ പോകുമ്പോൾ അവരോടിരുന്ന് ചർച്ച ചെയ്ത് വേണമെങ്കിൽ BJPയോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് മാറ്റേണ്ട ഒരു നിയമമാണ്. ഈ മസ്ട്രോളിൽ വന്നാൽ മാത്രമേ അവർക്ക് ഒരു ആനുകൂല്യം കിട്ടൂ എന്നുള്ളത്. കാരണം തൊഴിലുറപ്പുകൾക്കുള്ള ആനുകൂല്യം മാത്രമല്ലല്ലോ, ബാക്കി ഇതിനകത്ത് വരാൻ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ആനുകൂല്യം കൊടുക്കണമല്ലോ. അപ്പോൾ അതൊരു വിഷയമുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതൊരു നയം. പക്ഷെ രണ്ടാം ഭാഗത്ത് ഈ വനിത, ആ വീട്ടമ്മ രണ്ടാം ഭാഗത്തൊരു കാര്യം പറയുന്നുണ്ട്. അതാണ് എന്നെ ക്യാച്ച് ചെയ്ത വിഷയം. എന്താന്ന് വെച്ചാൽ ഈ ജോലി ഇങ്ങനെ അവർ ശരി ജോബ് കാർഡ് എടുത്തു, മസ്ട്രോളുള്ളവരെ പേര് വന്നു, അവർ കൃഷി ഓഫീസിൽ നിന്നുള്ള ഡോക്യുമെന്റ് കൊടുക്കണം, എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ട് അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ ജോലി ചെയ്യുന്നത് ആരാണ്? അപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കാം. അത് ബംഗാളിയെ കൊണ്ടുപോകണേ ബംഗാളി, അല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശുകാരനെ ബംഗ്ലാദേശൻ, ആസാമിയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് അത് തൊഴിലുറപ്പിൽ എങ്ങനെയാണ് വരുന്നത്? തൊഴിലുറപ്പിന്റെ ആസ്തിയായിട്ട് അത് മാറുന്നത് എങ്ങനെയാണ്? തൊഴിലുറപ്പിന്റെ മെറ്റീരിയലായിട്ട് അത് മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവർക്കൊരു ആനുകൂല്യം കൊടുത്തു, ഒരു വീട്ടമ്മയ്ക്ക് ഒരു ആനുകൂല്യം കൊടുത്തു. ആ ആനുകൂല്യം വല്ലവരും വന്ന് പണിയുന്നു, തൊഴിലുറപ്പുകാരെ എന്തായാലും തരില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? എന്ത് തൊഴിലുറപ്പാണ്? ആർക്കാണ് ഇവിടെ തൊഴിലുറപ്പ് കൊടുക്കുന്നത് എന്നുള്ള വളരെ കാർഡിനലായിട്ടുള്ള ചോദ്യമുണ്ട്. ഇതിന് തീരുമാനമെടുക്കേണ്ടത് ലോക്കൽ ലെവലിലോ പ്രാദേശിക തലത്തിലോ ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. ഇതിന് സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനമുണ്ടാകേണ്ടതാണ്. തൊഴിലുറപ്പ് ജോലികൾ, അത് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആയാലും ആസ്തി ഉണ്ടാക്കുന്നതായാലും അത് തൊഴിലുറപ്പ് കൂടി കൊടുക്കുന്നതാകണ്ടേ എന്നൊരു വളരെ കാർഡിനലായിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അടിമുടി തൊഴിലുറപ്പിൽ മാറ്റം വരുത്തണം. ഇനി തൊഴിലുറപ്പിന്റെ മറ്റ് ചില സവിശേഷതകളും പ്രശ്നങ്ങളും ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇതെല്ലാം കൂടി ആൾക്കാർക്ക് കേൾക്കുന്നതിന് ഒരുപാട് ലെങ്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്തായാലും ഈ വീട്ടമ്മയുടെ ശബ്ദം കേരളത്തിലെ ഭരണവ്യവസ്ഥയിലിരിക്കുന്നവർ, പിന്നെ മിഷനിലിരിക്കുന്നവർ കൃത്യമായി കേൾക്കുമെന്ന് മനസ്സിലാക്കുന്നു. കേട്ട് ആവശ്യമായ നടപടികൾ എടുക്കണം. ഒന്ന്, ജനങ്ങളിൽ വ്യാപകമായ ബോധവൽക്കരണം കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, തൊഴിലുറപ്പ് ജോലികളിൽ കൊടുക്കുന്ന ആസ്തികളായാലും മെറ്റീരിയൽ വാങ്ങുന്ന എന്ത് നിർമ്മിതിയായാലും അതെല്ലാം ചെയ്യേണ്ടത് കൂടി തൊഴിലുറപ്പിലായിരിക്കണം. അത് ഏതെങ്കിലും കരാറുകാരനെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീട്ടിൽ താല്പര്യമുള്ള ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ച് ജോലി ചെയ്യിച്ചിട്ട് അതും തൊഴിലുറപ്പിന്റെ ക്രെഡിറ്റിൽ വന്നാൽ എന്തിനാണോ ഈ നിയമം ഉണ്ടാക്കിയത്, എന്തിനാണോ ഈ രാജ്യത്ത് ഈ സംവിധാനം എഴുതിയത്, അതിൻ്റെ കടയ്ക്കലുള്ള കത്തിവെക്കലായിരിക്കും.